സോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് TCMC അല്ലെങ്കിൽ KSMCയുടെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, പിന്നെ സൈനും, പിന്നെ അത് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം, അറ്റസ്റ്റഡ് കോപ്പി ഓഫ് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഹൗസ് റെജൻസി കംപ്ലീഷൻ അത് CRRI, അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC, പിന്നെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് TCMCന്ന് കിട്ടിയത്, സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വേണം, പിന്നെ ആവശ്യത്തിനുള്ള സ്റ്റാമ്പ് വേണം, പിന്നെ 2 ഫോട്ടോ വേണം, പിന്നെ ഇൻറ്റേൺഷിപ്പ് ഡിലേ ആയവർക്ക് സെക്കൻഡ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ വേണം. ഇത്രയുള്ള സാധനങ്ങൾ വേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പോകുന്നു, KSMC സെർച്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ വരും. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യണം. നമുക്കിപ്പം ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ വന്നാൽ അവിടെ നിങ്ങൾ ഇമെയിൽ ID നിങ്ങൾ മോഡേൺ മെഡിസിൻ അടിക്കുക, എന്നിട്ട് ഇമെയിൽ ID പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയാമല്ലോ. മറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറും ഇമെയിൽ ID അടിച്ച് കയറുക, പുതിയ പാസ്വേഡ് കിട്ടാതെ അടിച്ച് കയറുക. അതിൻ്റെ കയറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പെർമനൻറ്റ് രജിസ്ട്രേഷൻ നോക്കുക. ഓക്കെ, പെർമനൻറ്റ് രജിസ്ട്രേഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ അതിൽ നമ്മുടെ വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം സെലക്ട് ചെയ്ത് അടിക്കുക. സ്റ്റേറ്റ് ഓഫ് കോളേജ്, നെയിം ഓഫ് കോളേജ്, കോഴ്സ് സ്റ്റാർട്ട്, മന്ത്, ഇയർ ഓഫ് അവാർഡ് ഓഫ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് സാധനങ്ങൾ അടിക്കുക. എന്നിട്ട് നമുക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അടിക്കണം. അപ്പോൾ നമ്മുടെ CRR രജിസ്ട്രേഷൻ എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് കറസ്പോണ്ടിങ് നിങ്ങളുടെ ഡേറ്റ് എത്രയാണോ അതൊക്കെ അടിക്കുക. അതിൻ്റെ അകത്ത് ഇപ്പം അടിക്കേണ്ട സാധനങ്ങൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഡീറ്റെയിൽസ് ഓഫ് ഇൻറ്റേൺഷിപ്പ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത്ര സാധനങ്ങൾ വേണം. അറ്റസ്റ്റഡ് കോപ്പി ഓഫ് പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഹൗസ് CRRI വേണം, പിന്നെ SSLCയുടെ വേണം, പിന്നെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫോട്ടോയും ഒപ്പും നിങ്ങളുടെ സൈനും കൂടെ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പിയും കൂടെ വേണം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഡിക്ലറേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അതനുസരിച്ച് അടിക്കുക. എന്നിട്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ കോളേജ് അടിക്കുക. എന്നിട്ട് ട്രെയിനിങ് ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനിപ്പോൾ എടുക്കുന്നത് കമ്മ്യൂണിറ്റി മെഡിസിനാണ്. അപ്പം കമ്മ്യൂണിറ്റി മെഡിസിൻ അപ്പം എടുക്കുക. എന്നിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്, ട്രെയിനിങ് എൻഡ് ഡേറ്റ് ഉണ്ട്. അത് രണ്ടും മെയിനായിട്ട് അടിക്കണം. എന്നിട്ട് ലീവിൻ്റെ അവിടെ ഞാൻ അടിച്ചിട്ടില്ല, അടിക്കേണ്ട ആവശ്യം തോന്നുന്നില്ല. എന്നിട്ട് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുക. അപ്പം ഇൻറ്റേൺഷിപ്പ് ഡീറ്റെയിൽസ് സക്സസ്ഫുൾ കയറിയെന്ന് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ താഴെ എഴുതി കാണിക്കുക കമ്മ്യൂണിറ്റി മെഡിസിൻ ഇത്ര ദിവസം. അപ്പോൾ അങ്ങനെ ഫുൾ അടിക്കുക. നിങ്ങളുടെ ഫുൾ ഹൗസ് സർജൻസിയുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കുക. ഇൻറ്റേൺഷിപ്പ് ഡീറ്റെയിൽസെല്ലാം അടിച്ച് റെഡിയാക്കുക. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ അടിച്ച് കിട്ടും. നിങ്ങളുടെ കറസ്പോണ്ട് CRRIയുടെ അത് വെച്ച് നോക്കുക എല്ലാം ശരിയാണോ അങ്ങനെയാണോ എന്നൊക്കെ. എന്നിട്ട് നോക്കുക 365 ഡേയ്സിന് മുകളിലായിരിക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാക്കി ഈ ഡീറ്റെയിൽസ്, അതായത് ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, <500 KB ആയിരിക്കണം, PDF ആയിട്ടായിരിക്കണം വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണം വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ആക്കിയതിന് ശേഷം നമുക്ക് വ്യൂ ചെയ്യാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലിട്ടാൽ മതി. ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ അതിന് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡോക്യുമെൻറ്റ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റാണോ നോക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ഡോക്യുമെൻറ്റോട്ട് എഡിറ്റ് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴെ പോവുക, ഒന്നുകൂടെ എല്ലാം കറക്റ്റാണോ നോക്കുക. എന്നിട്ട് ഡിക്ലറേഷൻ കണ്ടല്ലോ, വായിച്ചു. ഓക്കെ, ഡിക്ലറേഷൻ 2 ഉണ്ട്. അവിടെ താഴെ ക്ലിക്ക് ആൻഡ് റീഡ് ദ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അക്സെപ്റ്റ് അടിക്കുക. ഒന്ന് വായിക്കാൻ നേരമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഐ അഗ്രി എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ക്രിയേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിന് മുമ്പ് എല്ലാം നോക്കുക ഒന്നുകൂടെ, എല്ലാം ഓക്കെ ആണോ അല്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് ഏറ്റവും താഴെ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇത് ഇവിടുത്തെ 365 ഡേയ്സ് കറക്റ്റാണോ എന്ന് നോക്കുക. അതുപോലെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ കോഴ്സിൻ്റെ ദിവസം, ഡേറ്റ്, ഇയർ ഓഫ് അവാർഡ് ഓഫ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കിയാൽ കിട്ടും.
പിന്നെ ഈ ഒരു സമയം കൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും എനിക്ക് കിട്ടി, കുറച്ച് ആൾക്കാർക്കൊക്കെ ഒറിജിനൽ കറക്റ്റായിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി കാണും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ പോയിട്ട് നിങ്ങളുടെ ക്രിയേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ക്രിയേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആപ്ലിക്കേഷൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ കാണിക്കും. അത് പിന്നെ നേരെ പ്രൊസീഡ് ടു പേ. 3000 രൂപയാണ് ഫീസ് വരുന്നത്, ആപ്ലിക്കേഷൻ ഫീസ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണിക്കും. അതിൽ 3000 രൂപയാണ് ഫീസ്. ലേറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ, വേറെ പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം, പ്രൊസീഡ് ടു പേ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണിക്കും, എന്താ ഇപ്പം അനേബിൾ ടു പേ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ബാക്ക് അടിച്ച് ഒന്നുകൂടെ നമ്മൾ പേയിലോട്ടുള്ള ഓപ്ഷനിലോട്ട് പോകണം. അപ്പോൾ ഒന്നുകൂടെ അങ്ങനെ തന്നെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ക് അടിക്കുക. ഈ ഒരു സംഭവം കാരണമാണ് 10 തൊട്ട് 4 മണി വരെ നമ്മൾ വിളിക്കേണ്ടത്. ആ ഒരു സമയത്ത് നമുക്ക് വിളിക്കാൻ പറ്റും KSMC. അവരപ്പം ഇവിടുത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പോയിട്ട് വ്യൂ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പോയിട്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും, പെർമനൻറ്റ് രജിസ്ട്രേഷൻ. ആ ക്രിയേറ്റഡ് അവിടെ സൈഡിൽ വേറൊരു ലെൻസിൻ്റെ സാധനം കണ്ടോ, വ്യൂ എന്ന് പറഞ്ഞ്, അവിടെ പോയിട്ട് നമുക്ക് വ്യൂ എടുക്കാം. അങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അക്നോളജ്മെൻറ്റ്, എഡിറ്റ്, പേ ഫീ. അപ്പോൾ ആ പേ ഫീയിൽ വേണം നമുക്ക് ഞെക്കാൻ. അപ്പോൾ നിങ്ങളുടെ അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ നോക്കുക ഒന്നുകൂടെ, എല്ലാം ഓക്കെ അല്ലേ, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണല്ലോ നോക്കുക, 365 ഡേയ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് ഇതുപോലെ കാണുന്ന പേ ഫീ ഞെക്കുക. ഓക്കെ, പേ ഫീ ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ഒരു വിൻഡോ വരും. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പേ ഫീ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലൊരു വിൻഡോ വരും. അവിടെ നമുക്ക് പ്രൊസീഡ് ടു പേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട QR കോഡൊക്കെ കിട്ടും. എന്നിട്ട് ഈ UPI ഭീം ഇതൊക്കെ നോക്കുക. എന്നിട്ട് നേരെ മേക്ക് പേയ്മെൻറ്റ് അടിക്കുക. ഓക്കെ, അടിച്ച് കഴിയുമ്പോൾ നേരെ 3000 രൂപയുടെ ഒരു QR സ്കാനർ വരും. എന്നിട്ട് കോഡ് വെച്ച് നേരെ പേയ്മെൻറ്റ് ചെയ്യുക. ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്ലൈഡ് എന്നാണ് കാണിക്കുന്നത് ഇപ്പം. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ആ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ വേറൊരു വിൻഡോയിലോട്ട് പോകും. ആ വിൻഡോയിലോട്ട് വീണ്ടും മീൻസ് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ വരും. അവിടെ നിങ്ങളുടെ ഇൻഫർമേഷനെല്ലാം കറക്റ്റാണോ നോക്കുക. ഇൻഫർമേഷനെല്ലാം കറക്റ്റ് ആണെങ്കിൽ അക്നോളജ്മെൻറ്റ് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനത് മാക്സിമം ആൻസർ ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ആൻസർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് അറിയാവുന്നവർ. പിന്നെ ഞാനിത് ഡയറക്റ്റ് ട്രിവാൻഡ്രം പോയാണ് ചെയ്തത്, കാരണം എനിക്ക് ഉടനെ തന്നെ കിട്ടി. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. വേണം നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രിവാൻഡ്രത്ത് പോയി ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടുന്ന് പോസ്റ്റ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് തൊട്ടപ്പുറത്ത് ഒരു കഫേ ഉണ്ട്. ആ കഫേ കയറിയിട്ട് നിങ്ങൾക്ക് ഒരു 500 രൂപ കണ്ടാകത്തുള്ളൂ. അവിടെ തന്നെ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അങ്ങനെയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ KSMCയിലൂടെ തിരിച്ച് കൊണ്ടു കൊടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും കൂടെ ചെയ്യുക. ഇതിവിടെ ഇച്ചിരി വൈകി. ഓക്കെ, താങ്ക് യു.